മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിലെ 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യേശു തോണിയിൽ കയറി കടല് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവര് ഒരു തളവാതരോഗിയെ ശയ്യയോടെ അവന്റെ അടുക്കല് കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവന് തളവാതരോഗിയോട് അരുളിച്ചെയ്തു, മകനേ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങള് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരില് ചിലര് പരസ്പരം പറഞ്ഞു, ഇവന് ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങള് ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങള് ഹൃദയത്തില് തിന്മ വിചാരിക്കുന്നതെന്ത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങള് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നു പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്നു പറയുന്നതോ? ഭൂമിയില് പാപങ്ങള് ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്നു നിങ്ങൾ അറിയേണ്ടതിനാണ്. അനന്തരം അവന് തളവാതരോഗിയോടു പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയുമെടുത്ത് വീട്ടിലേക്കു പോവുക. അവന് എഴുന്നേറ്റ് വീട്ടിലേക്കു പോയി. ഇതുകണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു അവിടെ നിന്നു നടന്നു നീങ്ങവേ, മത്തായി എന്നൊരാള് ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നതു കണ്ടു. യേശു അവനോടു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവന് എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവന്റെ ഭവനത്തില് ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരിസേയര് ഇതുകണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നതെന്തുകൊണ്ട്? ഇതുകേട്ട് അവന് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങള് പോയി പഠിക്കുക. ഞാന് വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. യോഹന്നാന്റെ ശിഷ്യന്മാര് യേശുവിന്റെ അടുത്തുവന്നു ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാര് ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവന് അവരോട് പറഞ്ഞു, മണവാളന് കൂടെയുള്ളപ്പോൾ മണവൃത്തൊഴുക്കി ദുഃഖം ആചരിക്കാനാവുമോ? മണവാളന് അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങള് വരും, അപ്പോൾ അവര് ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തില് പുതിയ തുണിക്കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താല് തയ്ച്ചുചേർത്ത തുണിക്കഷണം വസ്ത്രത്തില് നിന്നു കീറിപ്പോരുകയും കീറില് വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചുവെക്കാറില്ല. അങ്ങനെ ചെയ്താല് തോൽക്കുടങ്ങള് പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങള് നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാല് പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചുവെക്കുക. അപ്പോള് രണ്ടും ഭദ്രമായിരിക്കും. അവന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോള് ഒരു ഭരണാധികാരി അവനെ സമീപിച്ചു താണുവണങ്ങിക്കൊണ്ടു പറഞ്ഞു, എന്റെ മകള് അല്പം മുമ്പ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേല് കൈവെക്കുമെങ്കില് അവള് ജീവിക്കും. യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പില് സ്പശിച്ചു. അവന്റെ വസ്ത്രത്തില് ഒന്നു സ്പശിച്ചാല് മാത്രം മതി, എനിക്കു സൗഖ്യം കിട്ടും എന്ന് അവള് ഉള്ളില് വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളിച്ചെയ്തു, മകളേ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതല് അവള് സൗഖ്യമുള്ളവളായി. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു, നിങ്ങള് പുറത്തുപോകുവിന്, ബാലിക മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവരാകട്ടെ അവനെ പരിഹസിച്ചു. ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം അവന് അകത്തുകടന്ന് അവളെ കൈക്കുപിടിച്ച് ഉയർത്തി. അപ്പോള് ബാലിക എഴുന്നേറ്റു. ഈ വാർത്ത ആ നാട്ടിലെങ്ങും പരന്നു. യേശു അവിടെ നിന്നു കടന്നു പോകുമ്പോള് രണ്ടന്ധന്മാര്, ദാവീദിന്റെ പുത്ര, ഞങ്ങളില് കനിയണമേ എന്നു കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവന് ഭവനത്തിലെത്തിയപ്പോള് ആ അന്ധന്മാര് അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാന് കഴിയുമെന്നു നിങ്ങള് വിശ്വസിക്കുന്നുവോ? ഉവ്വ്, കർത്താവേ, എന്ന് അവര് മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്കു ഭവിക്കട്ടെ എന്നു പറഞ്ഞുകൊണ്ട് അവന് അവരുടെ കണ്ണുകളില് സ്പശിച്ചു. അവരുടെ കണ്ണുകള് തുറന്നു. ഇതാരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിരീക്ഷിച്ചു. എന്നാല് അവര് പോയി അവന്റെ കീർത്തി നാടെങ്ങും പരത്തി. അവര് പോയിക്കഴിഞ്ഞപ്പോള് പിശാചുബാധിതനായ ഒരു ഊമനെ ജനങ്ങള് അവന്റെ അടുക്കല് കൊണ്ടുവന്നു. അവന് പിശാചിനെ പുറത്താക്കിയപ്പോള് ആ ഊമന് സംസാരിച്ചു. ജനങ്ങള് അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലില് ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാല് ഫരിസേയര് പറഞ്ഞു, അവന് പിശാചുക്കളുടെ തലവനെക്കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്.
യേശു അവരുടെ സിനഗോഗുകളില് പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോള് യേശുവിൻ അവരുടെ മേല് അനുകമ്പ തോന്നി. അവര് ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവന് ശിഷ്യന്മാരോടു പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാല് തന്റെ വിളഭൂമിയിലേക്കു വേലക്കാരെ അയക്കാന് വിളവിന്റെ നാഥനോടു പ്രാർത്ഥിക്കുവിന്.